നമസ്കാരം, TCV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR Gold and Diamonds. ഹൃദയം തൊടുന്ന സുവർണ നിമിഷങ്ങൾ. MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. തൃശൂർ മെഡിക്കൽ കോളേജിനെതിരെ ഗുരുതര ആരോപണവുമായി ചികിത്സാ പിഴവിൽ കണ്ണുകൾ നഷ്ടപ്പെട്ട യുവാവിന്റെ കുടുംബം. കോൺഗ്രസ് പ്രവർത്തകർ മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഓഫീസ് ഉപരോധിച്ചു. സംഭവത്തിൽ റിപ്പോർട്ട് തേടുമെന്ന റവന്യൂ മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ. കണ്ണുകൾ നഷ്ടപ്പെട്ട സനൂപിന് AI സംവിധാനത്തിലുള്ള സ്മാർട്ട് കണ്ണട നൽകുന്നതിനുള്ള സാധ്യത തേടുമെന്ന് മുൻ MLA അനിലക്കര. കണ്ണൂരിൽ KSU പ്രതിഷേധത്തിനിടെ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിന് പരിക്കേറ്റ സംഭവത്തിൽ വ്യാപക പ്രതിഷേധം. തൃശൂർ നഗരത്തിൽ CPM പ്രവർത്തകർ പ്രകടനം നടത്തി. പുത്തൂരിലെ സുവോളജിക്കൽ പാർക്ക് ശനിയാഴ്ച പൊതുജനങ്ങൾക്ക് തുറന്നു നൽകും. ഒരു വർഷം പ്രതീക്ഷിക്കുന്നത് 30 ലക്ഷം സന്ദർശകരെ. അപ്രതീക്ഷിതമായി വെള്ളം കൂടിയതിനെ തുടർന്ന് അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിന് താഴെ വിനോദസഞ്ചാരികൾ കുടുങ്ങി. ഉത്തരേന്ത്യക്കാരായ 15ഓളം വിനോദസഞ്ചാരികളെ വനസംരക്ഷണ സമിതി പ്രവർത്തകർ രക്ഷപ്പെടുത്തി. സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകളിലെ ഡോക്ടർമാർ നടത്തുന്ന സമരം 10ാം ദിവസം തുടരുന്നു. സമരം ചെയ്യുന്ന ഡോക്ടർമാരുമായി സർക്കാർ വ്യാഴാഴ്ച വീണ്ടും ചർച്ച നടത്തും. വാർത്തകൾ വിശദമായി. ചികിത്സാ പിഴവിൽ കണ്ണുകൾ നഷ്ടപ്പെട്ട യുവാവിന്റെ കുടുംബം തൃശൂർ മെഡിക്കൽ കോളേജിനെതിരെ ഗുരുതര ആരോപണവുമായി രംഗത്ത്. മുഖ്യമന്ത്രിക്കടക്കം പരാതി നൽകിയെങ്കിലും ഒരു നടപടിയും ഉണ്ടായില്ലെന്ന് കുടുംബം പറയുന്നു. 2023 കാൽമുട്ട് വേദനയ്ക്കുള്ള ചികിത്സയ്ക്കായി തൃശൂർ മെഡിക്കൽ കോളേജിലെത്തിയ തൃക്കൂർ മുളങ്കാട്ടുപറമ്പിൽ സനൂപും കുടുംബവുമാണ് മെഡിക്കൽ കോളേജിന്റെ അനാസ്ഥയ്ക്കെതിരെ ആരോപണവുമായി എത്തിയത്. സനൂപിന്റെ 2 കണ്ണുകളും നഷ്ടമായെന്നാണ് പരാതി. മുട്ടുവേദനയ്ക്കുള്ള ചികിത്സയ്ക്കിടെ എന്താണ് സംഭവിച്ചതെന്ന് സനൂപിനും കുടുംബത്തിനും ഇനിയും മനസ്സിലായിട്ടില്ല. എന്തിനാണ് തന്റെ കണ്ണുകൾ എടുത്തതെന്നാണ് 38-കാരനായ സനൂപിന്റെ ചോദ്യം. മുട്ടിന്റെ വേദന കാരണം ഞാൻ മെഡിക്കൽ കോളേജിൽ പോയതാ. കണ്ണിന്റെ കാഴ്ചശക്തി നഷ്ടപ്പെടാതെ തിരിച്ചു വന്നു. എനിക്ക് ജോലിക്കും പോകാനും പറ്റണില്ല. അമ്മ മാത്രമേ ജോലിക്ക് പോകണുള്ളൂ. അച്ഛനും പോകാൻ പറ്റണില്ലേ. പിന്നെ ഒരു മോനുണ്ട്, അവന്റെ പഠിപ്പും കാര്യങ്ങളൊക്കെ നോക്കണം. എനിക്ക് ജോലിക്ക് ഒന്നിനും പോകാൻ പറ്റണില്ലേ. പുറത്തേക്ക് ഇറങ്ങാൻ പറ്റണില്ലേ. നമുക്കുള്ള വരുമാനം ഒന്നും എല്ലാം മുട്ടിപ്പോയി. അച്ഛനും അമ്മയും 1ാം ക്ലാസ്സുകാരനായ മകനുമടങ്ങുന്ന കൊച്ചു കുടുംബത്തിന്റെ എല്ലാമായിരുന്നു സനൂപ്. ടൈൽസ് പണിക്ക് പോയാണ് കുടുംബം നോക്കിയിരുന്നത്. മുട്ടുവേദന ജോലിക്ക് തടസ്സമായതോടെ ചികിത്സിക്കാമെന്ന് തീരുമാനിക്കുകയായിരുന്നു. തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് അച്ഛനെയും കുട്ടി സ്വന്തമായി ബൈക്കോടിച്ചാണ് സനൂപ് പോയത്. എന്നാൽ ആ യാത്ര അന്നയ്ക്കുമായുള്ള കൂരിരുട്ടിലേക്കാകുമെന്ന് സനൂപ് കരുതിയില്ല. ആശുപത്രിയുടെ തറയിൽ കിടത്തി ആദ്യം മുട്ടുവേദനയ്ക്കുള്ള ചികിത്സ തുടങ്ങി. കയ്യിൽ ക്യാനുല ഇട്ട സ്ഥലത്ത് വേദനയും തടുപ്പും അനുഭവപ്പെട്ടതോടെ നഴ്സുമാരോട് പറഞ്ഞെങ്കിലും ആരും തിരിഞ്ഞു നോക്കിയില്ല. അപ്പോഴേക്കും കയ്യിലാകെ അണുബാധ പടർന്നിരുന്നു. ഓർമ്മ മങ്ങി വായിൽ നിന്നും മൂക്കിൽ നിന്നും രക്തം വന്നു തുടങ്ങിയപ്പോൾ ICUവിലേക്ക് മാറ്റുകയായിരുന്നു. പിന്നീട് കണ്ണിന് ശസ്ത്രക്രിയ വേണമെന്ന് അറിയിച്ചു. ശസ്ത്രക്രിയക്കായുള്ള സമ്മതപത്രത്തിൽ അബോധാവസ്ഥയിലായിരുന്ന മകന്റെ കൈ കൂട്ടിപ്പിടിച്ച് സനൂപിന്റെ അമ്മ വത്സല ഒപ്പിടിയിച്ചു. 2 കൃഷ്ണമണികളും നീക്കം ചെയ്യാനുള്ള ശസ്ത്രക്രിയയാണെന്ന് എഴുത്തും വായനയും അറിയാത്ത വത്സലയ്ക്ക് മനസ്സിലായിരുന്നില്ല. പറഞ്ഞത് നാളെ ഒരു ഓപ്പറേഷൻ ഉണ്ട് സനൂപിനെ, അപ്പൊ ഒരു ഉപ്പ് വേണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് ഉപ്പ് അറിയില്ലല്ലോ, അമ്മയുടെ അല്ല സനൂപിന്റെ ആന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു സനൂപിന് ഉപ്പിടാൻ പറ്റില്ലല്ലോ. അമ്മ ഞാൻ പേന തരാം, ആ പേന പിടിച്ചിട്ട് കൈ പിടിച്ചിട്ട് ഒരു വട്ടപൂജിട്ട് തന്നാ മതി അമ്മയെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അങ്ങനെ ചെയ്തു കൊടുത്തു. എനിക്കറിയില്ല അവരിതുപോലെ ചതിക്കാനാണെന്നുള്ളത്. ശസ്ത്രക്രിയയ്ക്ക് ശേഷം കണ്ണിന്റെ കെട്ടഴിച്ചപ്പോഴാണ് സനൂപും കുടുംബവും വിവരമറിയുന്നത്. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ നിർബന്ധിത ഡിസ്ചാർജ് നൽകി ജില്ലാ ആശുപത്രിയിലേക്ക് മാറാൻ ആവശ്യപ്പെട്ടു. മെഡിക്കൽ കോളേജിലെ ചികിത്സയുമായി ബന്ധപ്പെട്ട രേഖകൾ ആശുപത്രി അധികൃതർ വിട്ടു നൽകിയിരുന്നില്ല. പിന്നീട് വിവരാവകാശ നിയമത്തിലൂടെയാണ് ഇത് നേടിയെടുത്തത്. പ്രായമായ അമ്മ അടുത്തുള്ള വീടുകളിൽ ജോലിക്ക് പോയാണ് ഇപ്പോൾ കുടുംബം പോറ്റുന്നത്. നീതി തേടി എവിടെ പോകണമെന്ന് പോലും അറിയാതെ ഇരുട്ടിൽ കഴിയുകയാണ് ഈ കുടുംബം. TCV ന്യൂസ്, പുതുക്കാട്. തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സാ പിഴവ് ആരോപിച്ച് കോൺഗ്രസ് പ്രവർത്തകർ സൂപ്രണ്ട് ഓഫീസ് ഉപരോധിച്ചു. ഉപരോധക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. കാൽമുട്ട് വേദനയുമായി ചികിത്സയ്ക്കെത്തിയ തൃക്കൂർ സ്വദേശി സനൂപിന്റെ 2 കണ്ണിന്റെയും കാഴ്ച നഷ്ടപ്പെടാനിടയാക്കിയ ഡോക്ടർമാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു ഉപരോധ സമരം. ആശുപത്രി വികസന സമിതി അംഗവും KPCC സെക്രട്ടറിയുമായ രാജേന്ദ്രൻ അരങ്ങത്തിന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് പ്രവർത്തകർ സൂപ്രണ്ട് ഓഫീസിനു മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. സനൂപിന്റെ അമ്മയിൽ നിന്ന് കൈക്കൂലി വാങ്ങിയ ഡോക്ടർ പ്രവീണിനെ സർവീസിൽ നിന്ന് പിരിച്ചുവിടണമെന്ന് രാജേന്ദ്രൻ അരങ്ങത്ത് ആവശ്യപ്പെട്ടു. തൃക്കൂരിലെ പാവപ്പെട്ട ചെറുപ്പക്കാരൻ സനൂപിനുണ്ടായ ദാരുണമായ സംഭവം. മുട്ടു ചികിത്സയ്ക്ക് വേണ്ടി ഇവിടെ വന്നപ്പോൾ 2 കണ്ണുകളും നഷ്ടപ്പെട്ടു. വേണ്ടത്ര രേഖകൾ
ചോദിച്ചപ്പോൾ രേഖകൾ കൊടുക്കാതെ മടക്കി അയച്ചു. അദ്ദേഹത്തിൻ്റെ അമ്മയ്ക്ക് ഇതിൻ്റെ രോഗവിവരം പോലും പറയാതെയാണ് സനൂപിനെ കൊണ്ട് രോഗിയായി കിടക്കുമ്പോൾ ഒപ്പിടിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ഓപ്പറേഷൻ നടത്തിയത്. അതുപോലെ തന്നെ കുറുക്കഞ്ചേരിയിലെ ജോസഫ് വൈറ്റിൽ കത്രിക മറന്നുവെച്ച് 5 വർഷക്കാലം അദ്ദേഹം കത്രികയുമായി ജീവിക്കേണ്ട സ്ഥിതിയുണ്ടായി. അത് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള പിഴവുകൾ, ചികിത്സാ പിഴവുകളാണ് ഇവിടുത്തെ ഡോക്ടർമാരിൽ നിന്നും നിരന്തരമായി വരുന്നത്. തൃശ്ശൂർ മെഡിക്കൽ കോളേജിലും വലിയ രീതിയിൽ ചികിത്സാ പിഴവ് മൂലം കഷ്ടപ്പെടുന്ന സാഹചര്യം കാണുന്നു. അപ്പോൾ ഈ ഡോക്ടർമാരെ, ഇത്തരത്തിൽ പിഴവ് വരുത്തിയ ഡോക്ടർമാരെ സർവീസിൽ നിന്ന് പുറത്താക്കണം. അവരുടെ പേരിൽ ക്രിമിനൽ കേസ് എടുത്തുകൊണ്ട് ശിക്ഷാ നടപടിക്ക് വിധേയമാക്കണം. സർക്കാർ അല്ലെങ്കിൽ ഈ ഇത്തരത്തിൽ പിഴവ് നടത്തിയ ഡോക്ടർമാർ, അവരിൽ നിന്ന് ഈ പാവപ്പെട്ട രോഗികൾക്ക് ചികിത്സാ സൗകര്യത്തിനും മറ്റു കാര്യങ്ങൾക്കും വേണ്ടി കോമ്പൻസേഷൻ വാങ്ങിക്കൊടുക്കണം തുടങ്ങിയ ആവശ്യങ്ങളാണ് ഞങ്ങളിവിടെ ഉന്നയിക്കുന്നത്. സമരക്കാരുമായി സൂപ്രണ്ട് ഇൻചാർജ് ഡോക്ടർ KM രാധിക ചർച്ച നടത്തി. ഡോക്ടർക്കെതിരെ ഉടൻ നടപടിയെടുക്കാൻ കഴിയില്ലെന്നും ആരോഗ്യമന്ത്രിയെയും സർക്കാരിനെയും അറിയിക്കാമെന്നും സൂപ്രണ്ട് പറഞ്ഞെങ്കിലും സമരക്കാർ വഴങ്ങിയില്ല. പ്രവർത്തകർ ഓഫീസിന് മുന്നിൽ പ്രതിഷേധം തുടർന്നു. പിന്നീട് മെഡിക്കൽ കോളേജ് CI KO പ്രദീപിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സമരക്കാരെ അറസ്റ്റ് ചെയ്തു നീക്കി. TCV ന്യൂസ്, തൃശൂർ. ചികിത്സാ പിഴവ് മൂലം കണ്ണുകൾ നഷ്ടപ്പെട്ട തൃക്കൂർ സ്വദേശിയായ യുവാവിന് AI സംവിധാനത്തിലുള്ള സ്മാർട്ട് കണ്ണട നൽകുന്നതിനുള്ള സാധ്യത തേടുമെന്ന് മുൻ MLA അനിലക്കര. വീട്ടിലെത്തി സനൂപിനെയും കുടുംബത്തെയും സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംഭവത്തിൽ മുഖ്യമന്ത്രിക്കും ചീഫ് സെക്രട്ടറിക്കും പരാതി നൽകിയതായും നിയമപരമായ കാര്യങ്ങൾക്ക് സഹായം നൽകുമെന്നും അനിലക്കര പറഞ്ഞു. സനൂപിന്റെ തുടർ ചികിത്സയ്ക്കും കുടുംബ സഹായത്തിനുമായി നടപടിയെടുക്കാൻ യോഗം ചേരുമെന്ന് തൃക്കൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ് അറിയിച്ചു. വൈസ് പ്രസിഡന്റ് പോൾസൺ തെക്കുംപീടിക, പഞ്ചായത്ത് അംഗങ്ങളായ പ്രബനൻ ചുണ്ടേലപ്പറമ്പിൽ, സൈമൺ നമ്പാടൻ, സന്ദീപ് കണയത്ത് എന്നിവരും സ്ഥലത്തെത്തിയിരുന്നു. മനുഷ്യാവകാശ കമ്മീഷന് പരാതി നൽകി. തൃശൂർ മെഡിക്കൽ കോളേജിലെ ഗുരുതരമായ ചികിത്സാ പിഴവ് മൂലം കാഴ്ച നഷ്ടപ്പെട്ട സനൂപിന് അടിയന്തര നഷ്ടപരിഹാരവും കുറ്റക്കാർക്കെതിരെ നടപടിയും സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് KPCC സെക്രട്ടറിയും ആശുപത്രി വികസന സമിതി അംഗവുമായ രാജേന്ദ്രൻ അരങ്ങത്ത് മനുഷ്യാവകാശ കമ്മീഷന് പരാതി നൽകി. തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ചികിത്സാ പിഴവിൽ യുവാവിന്റെ കാഴ്ച നഷ്ടപ്പെട്ട സംഭവത്തിൽ റിപ്പോർട്ട് തേടുമെന്ന് റവന്യൂ മന്ത്രി അഡ്വക്കേറ്റ് K. രാജൻ. വിഷയം ഉടൻ ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും യുവാവിന് ആവശ്യമായ സഹായങ്ങൾ ലഭ്യമാക്കുമെന്നും മന്ത്രി പറഞ്ഞു. വളരെ ഗൗരവമായിട്ട് ഇടപെടും, ആ വിഷയത്തിൽ ഇടപെടും. ഈ വിഷയത്തെക്കുറിച്ച് ബഹുമാനപ്പെട്ട ആരോഗ്യ വകുപ്പ് മന്ത്രിയും കൂടി ആലോചിച്ച് ബന്ധപ്പെട്ടവരോട് വിശദീകരണം ചോദിക്കും. ഏതെല്ലാം വിധത്തിലാണ് അവരെ സഹായിക്കേണ്ടതെങ്കിൽ ആ വിധത്തിലെല്ലാം സഹായിക്കും. കണ്ണൂരിൽ KSU പ്രതിഷേധത്തിനിടെ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിന് പരിക്കേറ്റു. സംഭവത്തിൽ വ്യാപക പ്രതിഷേധം. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ വച്ചാണ് പ്രതിഷേധമുണ്ടായത്. കഴുത്തിന് പരിക്കേറ്റ മന്ത്രിയെ കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മന്ത്രിക്ക് നേരെ നടന്ന KSU അക്രമത്തിനെതിരെ CPM സംസ്ഥാന വ്യാപകമായി പ്രതിഷേധ പരിപാടികൾക്ക് ആഹ്വാനം ചെയ്തു. തൃശൂരിൽ CPMന്റെ നേതൃത്വത്തിൽ പ്രകടനം നടത്തി. സ്വരാജ് റൌണ്ടിൽ നടന്ന പ്രകടനത്തിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. ആരോഗ്യവകുപ്പ് മന്ത്രിക്കെതിരെ നടന്ന ആക്രമണം അപലപനീയമാണെന്ന് റവന്യൂ മന്ത്രി അഡ്വക്കേറ്റ് K. രാജൻ. ജനാധിപത്യത്തിൽ പ്രതിഷേധങ്ങൾ സ്വാഭാവികമാണെങ്കിലും അത് ശാരീരികമായി മാറുന്നത് വെല്ലുവിളിയാണെന്ന് മന്ത്രി പറഞ്ഞു. മന്ത്രിമാരോടുള്ള പ്രതിഷേധം പറഞ്ഞോട്ടെ, പക്ഷെ മന്ത്രിമാരെ വ്യക്തിപരമായി ഡീമോറലൈസ് ചെയ്യുന്നതിനേക്കാൾ അപകടമാണ് ശാരീരികമായി ആക്രമിക്കുക. വീണ ജോർജിനെ പോലെ വനിതാ മന്ത്രിയെ ശാരീരികമായി ആക്രമിക്കാൻ മുതിർന്നത് ജനാധിപത്യത്തിൽ അത്യന്തം അപലപനീയമായിട്ടുള്ള ഒരു നടപടിയാണ്. ഇടവേള. Ceramic Center, tiles, bath fittings, sanitary ware, wallpaper, wooden and SPC flooring, variety range of kitchen sinks, all in one roof. Ceramic Center. ഏറ്റവും ട്രെൻഡിംഗ് ഡിസൈനായ മൊറോക്കൻ ആത്തുക്കുടി ടൈൽസിന്റെ വിപുലമായ ശേഖരം. ഇവയെല്ലാം വേൾഡിലെ ടോപ്പ് ബ്രാൻഡിനൊപ്പം ബ്യൂട്ടിഫുൾ ഡിസൈനോട് കൂടി 40 വർഷത്തെ എക്സ്പീരിയൻസും വെൽ ട്രെയിൻഡ് സ്റ്റാഫുമുള്ള മോസ്റ്റ് ട്രസ്റ്റഡ് ഷോറൂം സെറാമിക് സെന്റർ. വിസിറ്റ് അവർ ഷോറൂം, എക്സ്പീരിയൻസ് ദ ഡിഫറൻസ്. സെറാമിക് സെന്റർ, ശങ്കരായ റോഡ്, നിയർ വെസ്റ്റ് ഫോർട്ട്, തൃശൂർ. അഭിനയിക്കുമ്പോഴെങ്കിലും കുറച്ച് നാച്ചുറൽ ആയിട്ട് അഭിനയിക്കടാ. ഓ, ഈ സാറന്നെ ഫുള്ളി നാച്ചുറലാ? ആടാ, ഫുള്ളി നാച്ചുറലാ. ഹരിത പേസ്റ്റ് നാച്ചുറൽ, ഹരിത സോപ്പ് ഇതും നാച്ചുറൽ. ഇത് ലതിക പേസ്റ്റ്
ഹരിത നാച്ചുറൽ ഹെയർ ഓയിൽ. അപ്പക്കുട്ടനുണ്ട് ഹരിത നാച്ചുറൽ ഹെയർ ഡൈ. ഹരിതയുള്ള കേരളം, ഹരിത കേരളം, ശരിക്കും നാച്ചുറൽ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SG ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും. SG ഗോൾഡൻ ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. ചില യാത്രകൾ, ചില ഒത്തുചേരലുകൾ, ചില സമ്മാനങ്ങൾ, ഇതെല്ലാം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയാവുമ്പോഴാണ് അത് കൂടുതൽ മനോഹരമാകുന്നത്. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SG ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും. SG ഗോൾഡൻ ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. വാർത്തകൾ തുടരുന്നു. പുത്തൂരിലെ തൃശൂർ സുവോളജിക്കൽ പാർക്ക് പൊതുജനങ്ങൾക്കായി തുറന്നു നൽകാൻ സജ്ജമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. ശനിയാഴ്ചയാണ് സുവോളജിക്കൽ പാർക്ക് പൊതുജനങ്ങൾക്കായി തുറന്നു നൽകുക. രാവിലെ 8-ന് വനമന്ത്രി AK ശശീന്ദ്രൻ ആദ്യ സന്ദർശകനായി എത്തും. നിലവിൽ തൃശൂർ മൃഗശാലയിലെ 330 മൃഗങ്ങളെയും പാർക്കിലെത്തിച്ചു. പാർക്കിനുള്ളിൽ KSRTCയുടെ 2 ഇലക്ട്രിക് ബസ്സുകൾ സർവീസ് നടത്തും. ഇതിനുള്ള ചാർജിംഗ് സ്റ്റേഷനും തയ്യാറായി. 100, 50, 30 എന്നിങ്ങനെയാണ് പ്രവേശന നിരക്ക്. 4ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് പ്രവേശനം സൗജന്യമാണ്. രാവിലെ 9 മുതൽ വൈകിട്ട് 5 വരെയാണ് പ്രവർത്തന സമയം. തിങ്കളാഴ്ചകൾ ശുചീകരണത്തിനായി അവധിയായിരിക്കും. ഒരു വർഷം 30 ലക്ഷം സന്ദർശകരെയാണ് പ്രതീക്ഷിക്കുന്നത് എന്ന് മന്ത്രി കെ രാജൻ അറിയിച്ചു. തൃശ്ശൂർ മൃഗശാലയിലെ മാനുകൾ ഉൾപ്പെടെ ഉള്ള ഇനങ്ങൾ വന്നിട്ടുണ്ട്. 2 ഇനം വിദേശ പക്ഷികൾ. തിരുവനന്തപുരത്തെ മൃഗശാലയിൽ നിന്നുൾപ്പെടെയുള്ള ഈ ഇനങ്ങളാണിപ്പോൾ നമുക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. KSRTCയുടെ 2 ഇലക്ട്രിക്കൽ ബസ്സുകളാണ് ഇതിനു വേണ്ടി ഉപയോഗിക്കുക. ടിക്കറ്റ് നിരക്ക് തീരുമാനിച്ചിട്ടുണ്ട്. സാധാരണ ഒരാൾക്ക് 100 രൂപയാണ് പ്രവേശന ഫീസ്. 5 വയസ്സിനും 12 വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്ക് 30 രൂപയാണ്. സീനിയർ സിറ്റിസണിന് 50 രൂപയാണ്. ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയ ആളുകൾക്ക് പണം കൊടുക്കേണ്ടതില്ല. കിൻഡർ ഗാർഡൻ, LKG, UKG മുതൽ 4ാം ക്ലാസ് വരെ സൗജന്യമായിരിക്കും. എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും തൽക്കാലം പൂർത്തിയായിട്ടുണ്ട്. ഞങ്ങൾ ഈ പുത്തൂരിനെ ഒരു ടൂറിസ്റ്റ് വില്ലേജ് ആക്കാൻ കൂടി ആലോചിക്കുന്നു. ആ ടൂറിസ്റ്റ് വില്ലേജിൽ ഉൾപ്പെട്ട അതിലേക്ക് രജിസ്റ്റർ ചെയ്യപ്പെടുന്ന വീടുകൾ ഒരു പ്രത്യേക കളർ തന്നെ ഉപയോഗിക്കുക. അപ്രതീക്ഷിതമായി വെള്ളം കൂടിയതിനെ തുടർന്ന് അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിന് താഴെ കുടുങ്ങിയ വിനോദസഞ്ചാരികളെ വനസംരക്ഷണ സമിതി പ്രവർത്തകർ രക്ഷപ്പെടുത്തി. ഉത്തരേന്ത്യക്കാരായ 15ഓളം വിനോദസഞ്ചാരികളാണ് അപകടത്തിൽപ്പെട്ടത്. പുഴയിൽ അപ്രതീക്ഷിതമായി 1.5 അടിയോളം വെള്ളം ഉയരുകയായിരുന്നു. പതിവിൽ കൂടുതൽ വെള്ളം വന്നതും പരിചിതമല്ലാത്ത പുഴയുമായതാണ് ഇവർക്ക് വിനയായത്. 5 സ്ത്രീകളും സംഘത്തിലുണ്ടായിരുന്നു. വെള്ളം ഉയർന്നതോടെ സംഘം നിലവിളിച്ച് ബഹളം വച്ചു. അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിന് താഴെ 1 കിലോമീറ്റർ ദൂരത്തായിരുന്നു സംഭവം. വിവരമറിഞ്ഞ് വനസംരക്ഷണ സമിതി പ്രവർത്തകർ കുതിച്ചെത്തി എല്ലാവരെയും സുരക്ഷിതരായി കരയ്ക്ക് കയറ്റി. 2 മാസം മുൻപ് വെറ്റിലപ്പാറ ഭാഗത്ത് കുളിക്കാനിറങ്ങിയ വിനോദസഞ്ചാരികൾ ഇത്തരത്തിൽ അപകടത്തിൽപ്പെട്ടിരുന്നു. സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകളിലെ ഡോക്ടർമാർ നടത്തുന്ന സമരം 10ാം ദിവസവും തുടരുന്നു. അടിയന്തരമല്ലാത്ത ശസ്ത്രക്രിയകൾ നിർത്തിവച്ചു 7 ദിവസം പിന്നിട്ടിരിക്കുന്നു. സമരം മെഡിക്കൽ കോളേജ് ആശുപത്രികളുടെ പ്രവർത്തനത്തെ താളം തെറ്റിച്ചിരിക്കുകയാണ്. അക്കാദമിക് പ്രവർത്തനങ്ങളെയും സമരം ബാധിച്ചു. അതേസമയം സമരം ചെയ്യുന്ന ഡോക്ടർമാരുമായി സർക്കാർ വീണ്ടും ചർച്ച നടത്തും. വ്യാഴാഴ്ച മന്ത്രിതല കൂടിക്കാഴ്ചയ്ക്ക് ശേഷമായിരിക്കും KGMCTAയുമായുള്ള ചർച്ച. ശമ്പള പരിഷ്കരണ കുടിശ്ശിക അനുവദിക്കുക, മതിയായ തസ്തികകൾ സൃഷ്ടിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം. സംസ്ഥാനത്ത് അപ്രഖ്യാപിത നിയമന നിരോധനം നിലനിൽക്കുന്നതിനാൽ PSC പ്രായപരിധി എത്ര ഉയർത്തിയാലും യാതൊരു പ്രയോജനവുമില്ലെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് OJ ജനീഷ് പറഞ്ഞു. തൃശൂർ DCCയിൽ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിലവിലുള്ള റാങ്ക് പട്ടികകളുടെ കാലാവധി കഴിയാറായിട്ടും നീട്ടി നൽകാൻ സർക്കാർ തയ്യാറാകുന്നില്ല. നിയമന പ്രായപരിധി ഉയർത്തിയതുപോലെ തന്നെ വിരമിക്കൽ പ്രായപരിധിയും ഉയർത്താൻ പോവുകയാണെന്നാണ് വിവരം. PSC അംഗമായി ഗവർണറോട് ശുപാർശ ചെയ്ത I ഷിഹാബുദ്ദീൻ കൈക്കൂലി വാങ്ങിയെന്ന ആരോപണമുള്ള ആളാണ്. ഈ നിയമനത്തെ അംഗീകരിച്ച് ഗവർണർ ഒപ്പുവയ്ക്കരുതെന്നും നിയമനം പുനഃപരിശോധിക്കണമെന്നും ജനീഷ് ആവശ്യപ്പെട്ടു. ആരോഗ്യമന്ത്രി പഴയ സ്കൂൾ തലത്തിലെ അഭിനയം കൈവിട്ടിട്ടില്ലെന്നും OJ ജനീഷ് കൂട്ടിച്ചേർത്തു. അതിന്റെ ഭാഗമായി ഒരു PR പ്രചരണവും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കേരളത്തിലെ ഉദ്യോഗാർത്ഥികളുടെ ഒരു വലിയ സ്വപ്നമാണ് 40 വയസ്സിലേക്ക് പ്രായപരിധി ഉയർത്തിയതിലൂടെ സംസ്ഥാന ഗവൺമെൻറ് സാക്ഷാത്കരിക്കുന്നു എന്നുള്ള രീതിയിലുള്ള പ്രചരണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ അതേസമയം തന്നെ ഒരു കാര്യം വളരെ വ്യക്തമാണ്. സംസ്ഥാനത്തിനകത്ത് അപ്രഖ്യാപിതമായ നിയമന നിരോധനമാണ് സംസ്ഥാനത്തിനകത്ത് നിലനിന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള കാര്യം നമുക്കെല്ലാവർക്കും അറിയാം. 40 വയസ്സല്ല
എത്ര വയസ്സിലേക്ക് PSC പരീക്ഷകൾ എഴുതാനുള്ള മിനിമം പ്രായപരിധി ഉയർത്തിയാലും നിയമനങ്ങൾ നടക്കുന്നില്ല എങ്കിൽ അതുകൊണ്ട് ഉദ്യോഗാർത്ഥികൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള മെച്ചമുണ്ടോ? ഇതിനോടകം തന്നെ നിലവിലുള്ള റാങ്ക് പട്ടികയിൽ പലതിൻ്റെയും കാലാവധി അവസാനിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ കാലാവധി അവസാനിക്കുന്ന റാങ്ക് പട്ടികകൾ അതിൻ്റെ കാലക്രമം കൂട്ടി നൽകാൻ വേണ്ടി സംസ്ഥാന ഗവൺമെൻറ് തയ്യാറാകുന്നില്ല. അങ്ങനെ കാലാവധി അവസാനിക്കുന്നതിൻ്റെ ഭാഗമായി 1ാം റാങ്ക് ഉൾപ്പെടെയുള്ള റാങ്കുകൾ കരസ്ഥമാക്കിയിട്ടും ജോലി ലഭിക്കാതെ വരുന്ന നിരവധിയായ ഉദ്യോഗാർത്ഥികൾ നമ്മുടെ സംസ്ഥാനത്തിനകത്തുണ്ട്. ഹൈസ്കൂൾ അധ്യാപകരിൽ ഇംഗ്ലീഷ് ടീച്ചർമാർ ഉൾപ്പെടെയുള്ള അധ്യാപകരെല്ലാം തന്നെ ഇപ്പോഴും സമരരംഗത്താണ്. അവരുടെ റാങ്ക് പട്ടികയുടെ കാലാവധി അവസാനിച്ചുകൊണ്ടിരിക്കുകയാണ്. ദേശീയപാതയിലെ ചാലക്കുടി പുഴമ്പാലത്തിന്റെ അറ്റകുറ്റപ്പണികൾ ആരംഭിക്കുന്നതിൽ അവ്യക്തത. ഈ മാസം ആദ്യ ആഴ്ചയിൽ തുടങ്ങുമെന്നായിരുന്നു അറിയിപ്പെങ്കിലും പിന്നീട് തീരുമാനം മാറ്റി. അറ്റകുറ്റപ്പണികൾക്കുള്ള തയ്യാറെടുപ്പുകൾ നടത്തിയിട്ടുണ്ടെന്നും ദേശീയപാത അതോറിറ്റിയുടെ അന്തിമ അനുമതി ലഭിച്ചാൽ പ്രവൃത്തികൾ തുടങ്ങുമെന്നും കരാർ കമ്പനിയായ GIPL ഉദ്യോഗസ്ഥർ പറയുന്നു. പാലത്തിന്റെ അറ്റകുറ്റപ്പണികൾ ആരംഭിച്ചാൽ ഗതാഗത നിയന്ത്രണത്തിനായി പോലീസ് അധികാരികൾക്കും തീയതി സംബന്ധിച്ച് ഇതുവരെയും അറിയിപ്പുണ്ടായിട്ടില്ല. മാർച്ച് മാസത്തിൽ വേനൽമഴ ശക്തമാകുമെന്ന് കാലാവസ്ഥാ മുന്നറിയിപ്പുണ്ട്. ഇതിനിടെ അറ്റകുറ്റപ്പണികൾ തുടങ്ങിയാൽ ഗതാഗത പ്രശ്നം രൂക്ഷമാകും. എറണാകുളം തൃശൂർ ദിശയിലെ അരനൂറ്റാണ്ടിലേറെ പഴക്കമുള്ള ആദ്യ പാലത്തിലാണ് ബലക്ഷയം കണ്ടെത്തിയത്. 32 ബെയറിംഗുകൾ മാറ്റിസ്ഥാപിക്കുന്ന അറ്റകുറ്റപ്പണികൾക്ക് 1 മാസം മതിയെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. 1998 കാലഘട്ടത്തിൽ ഇതേ പാലത്തിന്റെ ബെയറിംഗുകൾ മാറ്റിസ്ഥാപിച്ചിരുന്നു. മാസങ്ങൾ നീണ്ട നിർമ്മാണ പ്രവൃത്തികളിൽ മധ്യകേരളമാകെ സ്തംഭിച്ച ഗതാഗതക്കുരുക്കാണ് അക്കാലത്തുണ്ടായത്. TCV ന്യൂസ്, ചാലക്കുടി. ഉത്രാളിക്കാവ് പൂരം സമാപിച്ചു. ദേശങ്ങളുടെ കൂട്ടിയെഴുന്നള്ളിപ്പിന് ശേഷം എങ്കക്കാട് ദേശത്തിന്റെ ഈട് വെടിക്കെട്ട് നടന്നു. ഉത്രാളിക്കാവ് ക്ഷേത്രത്തിൽ പൂരത്തിലെ പ്രധാന ആചാരമായ പൊങ്ങിലിടി ക്ഷേത്രകോമരം പള്ളിയത്ത് മാധവൻ നായരുടെ നേതൃത്വത്തിൽ നടന്നു. തുടർന്ന് ദേശങ്ങൾ ഉപചാരം ചൊല്ലി പിരിഞ്ഞതോടെ പൂരത്തിന് സമാപനമായി. പുലർച്ചെ നടക്കാനിരുന്ന വെടിക്കെട്ട് കനത്ത മഴയെ തുടർന്ന് മറ്റൊരു ദിവസത്തേക്ക് മാറ്റി. യോഗം ചേർന്ന ശേഷം തീയതി തീരുമാനിക്കുമെന്ന് കുമരനെല്ലൂർ ദേശം ഭാരവാഹികൾ അറിയിച്ചു. തൃശൂർ ശക്തൻ നഗർ വികസനത്തിന്റെ മുന്നോടിയായുള്ള ഡ്രോൺ സർവേക്ക് തുടക്കം കുറിച്ചു. മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കരോളി ജോഷുവ, കോർപ്പറേഷൻ സെക്രട്ടറി VP ഷിബു, ടൗൺ പ്ലാനർ ഡോക്ടർ R പ്രദീപ് തുടങ്ങിയവർ സന്നിഹിതരായി. ശക്തൻ നഗറിലെ 78 ഹെക്ടർ സ്ഥലമാണ് സർവേ നടത്തുന്നത്. 10 ദിവസത്തിനകം പൂർത്തിയാകും. ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകൾ തുടരുന്നു. മോഹൻലാൽ മുഖ്യമന്ത്രി അഭിമുഖം നാളെ വിവിധ ചാനലുകളിലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും പുറത്തു വരാനിരിക്കെ സൈബർ പോര് രൂക്ഷം. PR അഭിമുഖമെന്ന് കോൺഗ്രസ് ഗ്രൂപ്പുകൾ ആരോപിക്കുമ്പോൾ ഉമ്മൻചാണ്ടി മോഹൻലാൽ അഭിമുഖം ചൂണ്ടിക്കാട്ടിയാണ് ഇടത് കേന്ദ്രങ്ങളുടെ മറുപടി. എന്റെ ഒരു സുഹൃത്ത് രഹസ്യമായിട്ട് പറഞ്ഞു, മുഖ്യമന്ത്രിക്ക് വളരെ ഇഷ്ടപ്പെട്ട സിനിമ രജനീകാന്തിന്റെയാണ്. അതും ആക്ഷൻ സിനിമ. ആക്ഷൻ പടം പൊതുവിൽ ഞാൻ ആക്ഷൻ പടങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. പ്രശസ്ത സംവിധായകൻ TK രാജീവ് കുമാറിന്റെ നേതൃത്വത്തിലാണ് അഭിമുഖം ചിത്രീകരിച്ചത്. ഇരുവർ എന്ന പേരിലുള്ള അഭിമുഖത്തിന്റെ ടീസർ കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയിരുന്നു. മുഖ്യമന്ത്രിയുടെ രാഷ്ട്രീയ ജീവിതവും വ്യക്തിപരമായ വിശേഷങ്ങളും ഉൾക്കൊള്ളുന്നതാണ് അഭിമുഖമെന്നാണ് ടീസറിൽ നിന്നുള്ള സൂചന. പുറത്തുവന്ന ടീസറിൽ മോഹൻലാൽ ചോദിക്കുന്ന ചില ചോദ്യങ്ങൾ ഇതിനകം ചർച്ചയായി കഴിഞ്ഞു. എന്റെ ഏതെങ്കിലും സിനിമാ ഡയലോഗ് ഓർമ്മയുണ്ടോ? മുഖ്യമന്ത്രിക്ക് ഇഷ്ടപ്പെട്ട സിനിമ ഏതാണ്?
തുടങ്ങിയ കൗതുകകരമായ ചോദ്യങ്ങൾ ലാൽ ഉയർത്തുന്നുണ്ട്. സാർ, ഞാൻ അഭിനയിച്ച ഏതെങ്കിലും സിനിമയിലെ ഒരു ഡയലോഗ് സാറിന് ഓർമ്മയുണ്ടോ? എന്നോട് പറയാൻ. അത് എന്തല്ല ദിനേശനും ദാസനും. ജീവിതത്തിൽ എന്തെങ്കിലും പശ്ചാത്താപം തോന്നിയ കാര്യമുണ്ടോ എന്ന ഗൗരവകരമായ ചോദ്യത്തിനും മുഖ്യമന്ത്രി മറുപടി നൽകുന്നു. മറുപടികളിലെ ആകാംക്ഷ നിലനിർത്തിയാണ് ടീസർ അവസാനിക്കുന്നത്. ടീസറിന് പിന്നാലെ ഉയർന്ന വിമർശനങ്ങൾക്ക് മറുപടിയായി 2011 ഉമ്മൻചാണ്ടിയുമായി മോഹൻലാൽ നടത്തിയ അഭിമുഖവും സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുകയാണ്. 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായാണ് അന്നത്തെ പ്രതിപക്ഷ നേതാവ് ഉമ്മൻചാണ്ടിയുമായി മോഹൻലാൽ അഭിമുഖം നടത്തിയത്. വികസനം, വിവാദങ്ങൾ, കുടുംബജീവിതം എന്നിവയെല്ലാം ആ അഭിമുഖത്തിലും ചർച്ചയായിരുന്നു. എന്റെ കേരളം, അങ്ങയുടെ കേരളം, നമ്മുടെ കേരളം. ന്യൂസ് ഡെസ്ക് TCV. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ തൃശൂർ കോർപ്പറേഷൻ വെസ്റ്റ് ബ്ലോക്ക് 34ാം വാർഷിക സമ്മേളനം മുൻ വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ് ഉദ്ഘാടനം ചെയ്തു. അയ്യന്തോൾ കോസ്ഫോർഡ് ഹാളിൽ നടന്ന സമ്മേളനത്തിൽ KSSPU കോർപ്പറേഷൻ വെസ്റ്റ് ബ്ലോക്ക് പ്രസിഡന്റ് CB കുഞ്ഞുമുഹമ്മദ് അധ്യക്ഷനായി. സംസ്ഥാന കമ്മിറ്റി അംഗം VK ഹാരിഫാബി, വൈസ് പ്രസിഡന്റ് KP സെലീന, ജോയിന്റ് സെക്രട്ടറി AP രാജൻ, ജില്ലാ ട്രഷറർ ജോസ് കോട്ടപ്പറമ്പിൽ തുടങ്ങിയവരും സംസാരിച്ചു. കുന്നംകുളം പയ്യൂരിൽ റോഡരികിൽ സ്ഥാപിച്ചിരുന്ന ഫ്ലെക്സ് ബോർഡ് കീറിയെന്നാരോപിച്ച് വീട്ടിൽ അതിക്രമിച്ചു കയറി വയോധികയെയും കൊച്ചുമക്കളെയും ക്രൂരമായി ആക്രമിച്ച സംഘത്തിനെതിരെ കുന്നംകുളം പോലീസ് കേസെടുത്തു. അമൽജിത്ത്, നീരജ്, ശ്യാം, രഞ്ജീഷ്, അക്ഷയ്, അശ്വിൻ ബാബു എന്നിവർക്കും കണ്ടാൽ അറിയാവുന്ന മറ്റ് 5 പേർക്കുമെതിരെയാണ് കേസ്. ചൂണ്ടൽ പെലക്കാട്ടുപയ്യൂർ സ്വദേശി ലീല, കൊച്ചുമക്കളായ വിഷ്ണുദത്ത്, വിശ്വജിത്ത് എന്നിവരെയാണ് ചൊവ്വാഴ്ച വൈകിട്ട് പ്രതികൾ വീട് കയറി ആക്രമിച്ചത്. ലീല തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഗുരുവായൂർ നഗരസഭയ്ക്ക് 137 കോടി 62 ലക്ഷം രൂപയുടെ ബജറ്റ്. ആധുനിക ഓഫീസ് സമുച്ചയത്തിന് 52 കോടി 50 ലക്ഷം രൂപ ബജറ്റിൽ നീക്കിവച്ചു. കാർഷിക മേഖലയ്ക്ക് 1 കോടി 50 ലക്ഷം, മൃഗസംരക്ഷണ മേഖലയ്ക്ക് 58 ലക്ഷം, മത്സ്യബന്ധന മേഖലയ്ക്ക് 27 ലക്ഷം എന്നിങ്ങനെ ബജറ്റ് വിഭാവനം ചെയ്യുന്നുണ്ട്. അതേസമയം ചട്ടപ്രകാരമല്ല ബജറ്റ് അവതരണമെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. ഇതേ തുടർന്നുണ്ടായ ബഹളത്തിനൊടുവിലാണ് വൈസ് ചെയർപേഴ്സൺ KK ജ്യോതിരാജ് ബജറ്റ് അവതരിപ്പിച്ചത്. ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗീകരിക്കാത്ത ബജറ്റാണെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. എന്നാൽ നടപടിക്രമങ്ങൾ പൂർണ്ണമായും പാലിച്ചാണ് ബജറ്റ് അവതരിപ്പിച്ചതെന്ന് സെക്രട്ടറി H അഭിലാഷ് കുമാർ പറഞ്ഞു. ബജറ്റ് ചർച്ച ശനിയാഴ്ച നടക്കും. പുണ്യങ്ങളുടെ പൂക്കാലമായ റംസാൻ പ്രമേയമാക്കി 25 വർഷം തുടർച്ചയായി കവിതകൾ എഴുതി ശ്രദ്ധേയനാവുകയാണ് സത്താറാദൂർ. നഗ്നനേത്രങ്ങൾ കൊണ്ട് വായിക്കാൻ സാധിക്കുന്ന ലോകത്തിലെ ഏറ്റവും ചെറിയ പുസ്തകങ്ങൾ രചിച്ച് ഗിന്നസ് റെക്കോർഡ് സ്വന്തമാക്കിയ സത്താറാദൂർ റംസാൻ കവിതകളിലൂടെ പുതിയ ഒരു നേട്ടം കൂടി കൈവരിച്ചിരിക്കുകയാണ്. 2002 മുതലാണ് സത്താറാദൂർ കഥയും കവിതയും എഴുതി തുടങ്ങിയത്. റംസാൻ കവിതകളിലൂടെയാണ് കാവ്യയാത്ര ആരംഭിച്ചത്. ഓരോ നോമ്പുകാലത്തും സത്താറിന്റെ 4ൽ പരം കവിതകൾ പത്രങ്ങളിലെ പ്രത്യേക പേജുകളിലും ആനുകാലികങ്ങളിലും ഇടം പിടിക്കാറുണ്ട്. റംസാന്റെ ശ്രേഷ്ഠതയും ആത്മീയതയും വിശ്വാസവും ഇതിവൃത്തമാക്കിയ 85 കവിതകൾ 25 വർഷത്തിനുള്ളിൽ പ്രസിദ്ധീകരിച്ചു. 25 വർഷത്തിന്റെ ഉള്ളിൽ 85 കവിതകൾ എന്റെ പ്രസിദ്ധീകരിച്ചു വന്നു. അതിലെ ലൈലത്തുൽ ഖദർ, അതുപോലെ ഇലാഹി, അല്ലാഹു അക്ബർ, അങ്ങനെ കുറെ വായനാ സമൂഹത്തിന് ഒരുപാട് ഇഷ്ടപ്പെട്ട വരികളുണ്ട്. ഇത് റമളാൻ എന്നുള്ളത് ഒരു ഭക്തിയുടെ കൂടി കാലമാണ്. അല്ലാഹു, അതുപോലെ തന്നെ മനുഷ്യൻ, അവർക്കിടയിലുള്ള തൗബയും ഒക്കെ അതിൽ വരുന്നുണ്ട്. തീർച്ചയായിട്ടും എനിക്ക് വലിയ സന്തോഷമുണ്ട്. കാരണം എൻ്റെ ഈ ഒരു പ്രയാണം 25 വർഷം എനിക്ക് തുടർന്ന് കൊണ്ടുപോകാൻ സാധിച്ചു. ഇനിയും ജീവിച്ചിരിക്കുന്ന കാലം മുഴുവൻ ഇങ്ങനെ എല്ലാ റമളാനെയും വരവേൽക്കാൻ വേണ്ടി കവിത എഴുതി പ്രസിദ്ധീകരിക്കണം എന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമാണ്. 3137 വ്യത്യസ്തമായ മിനിയേച്ചർ പുസ്തകങ്ങൾ രചിച്ച് ഗിന്നസ് ഉൾപ്പെടെയുള്ള വിവിധ വേൾഡ് റെക്കോർഡുകൾ സ്വന്തമാക്കിയ സത്താറാദൂർ ഓൾ ഗിന്നസ് വേൾഡ് റെക്കോർഡ് ഹോൾഡേഴ്സ് സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റും സംസ്കാര സാഹിതിയുടെ ജില്ലാ ചെയർമാനുമാണ്. ഇസ്ലാമിക സാഹിത്യരംഗത്തും സത്താറാദൂരിന്റെ രചനകൾ ഇടം നേടിയിട്ടുണ്ട്. TCV ന്യൂസ്, എരുമപ്പെട്ടി. സംസ്ഥാന സർക്കാരിന്റെ GV രാജ കായിക പുരസ്കാരങ്ങളിൽ പ്രത്യേക ജൂറിയുടെ അവാർഡ് കരസ്ഥമാക്കിയ ഫുട്ബോൾ പരിശീലകൻ M പീതാംബരനെ തൃശൂർ ജില്ലാ സ്പോർട്സ് കൌൺസിലും ജില്ലാ ഫുട്ബോൾ അസോസിയേഷനും ചേർന്ന് ആദരിച്ചു. VK മേനോൻ ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്ന ആദരം മുൻ ഇന്ത്യൻ താരം CV പാപ്പച്ചൻ ഉദ്ഘാടനം ചെയ്തു. സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് C സുമേഷ് അധ്യക്ഷത വഹിച്ചു. ഫുട്ബോൾ താരങ്ങളായ CB ഫ്രാൻസിസ്, ഇട്ടി മാത്യു, KF ബെന്നി, PC ആന്റണി, സോളി സേവിയർ, അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് അഖിൽ അനിരുദ്ധൻ എന്നിവരും സംസാരിച്ചു. ഓൺലൈൻ ട്രേഡിംഗ് ആപ്പിലൂടെ 54,44,000 രൂപ തട്ടിയെടുത്ത കേസിലെ പ്രതിയെ ലുക്കൌട്ട് സർക്കുലർ പ്രകാരം ബാംഗ്ലൂരു വിമാനത്താവളത്തിൽ നിന്ന് തൃശൂർ റൂറൽ പോലീസ് അറസ്റ്റ് ചെയ്തു.
കാസർഗോഡ് സ്വദേശി പോയിക്കര വീട്ടിൽ ജംഷാദാണ് പിടിയിലായത്. വലപ്പാട് സ്വദേശിയുടെ പരാതിയിലാണ് നടപടി. ഒളിവിൽ പോയ പ്രതി ബാങ്കോക്കിലേക്ക് കടക്കുന്നതിന് ബംഗളൂരു എയർപോർട്ടിലെത്തിയപ്പോൾ ലുക്കൌട്ട് സർക്കുലർ പ്രകാരം ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥർ തടഞ്ഞുവെച്ച് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവിയെ അറിയിക്കുകയായിരുന്നു. കഥകളി രചനയിൽ വ്യത്യസ്തത പുലർത്തുന്ന പ്രൊഫസർ R.P. മേനോന്റെ പുതിയ കഥകളി ഗുരുദേവ ചരിതം ആട്ടക്കഥ അരങ്ങിലെത്തി. കൊടുങ്ങല്ലൂർ കുഞ്ഞുകുട്ടൻ തമ്പുരാൻ ചത്തുരത്തിലാണ് അരങ്ങേറ്റം നടന്നത്. ഗുരുദേവന്റെ ജനനം മുതൽ സന്യാസ സ്വീകരണം, അരുവിപ്പുറം പ്രതിഷ്ഠ തുടങ്ങി ജീവിതത്തിലെ പ്രധാന ഘട്ടങ്ങളിലൂടെ കടന്നുപോകുന്ന കഥ പ്രേക്ഷകരെ ആകർഷിക്കും വിധത്തിലാണ് ഒരുക്കിയിട്ടുള്ളത്. പ്രൊഫസർ R.P. മേനോന്റെ രചനയ്ക്ക് ഇരിങ്ങാലക്കുട T. വേണുഗോപാൽ സംവിധാനം നിർവഹിച്ചു. കലാനിലയം മനോജ്, കലാനിലയം സുന്ദരൻ, പ്രദീപ് രാജ പാറക്കടവ്, കലാമണ്ഡലം ആദിത്യൻ, കലാമണ്ഡലം ഗോകുൽ, കലാനിലയം സൂരജ് എന്നിവരാണ് വേഷമിട്ടിട്ടുള്ളത്. രംഗഭൂഷ ഇരിങ്ങാലക്കുടയാണ് ചമയമൊരുക്കിയത്. സാധാരണ കഥാപാത്രങ്ങൾ അരങ്ങിലെത്തുന്ന ഇക്കഥയിൽ പതിവ് കഥകളി വേഷങ്ങൾ ഇല്ല എന്നതും സവിശേഷതയാണ്. EMSനെ കഥാപാത്രമാക്കിയുള്ള കഥകളി അരങ്ങിലെത്തിച്ചിട്ടുള്ള പ്രൊഫസർ R.P. മേനോൻ ബൈബിൾ കഥ അടിസ്ഥാനമാക്കിയുള്ള ആട്ടക്കഥയുടെ ഒരുക്കത്തിലാണ്. TCV ന്യൂസ്, കൊടുങ്ങല്ലൂർ. വൈദ്യശാസ്ത്ര മേഖലയ്ക്കൊപ്പം കലാസാംസ്കാരിക രംഗങ്ങളിലും സജീവ സാന്നിധ്യമായിരുന്ന ഡോക്ടർ T.I. രാധാകൃഷ്ണന്റെ 13ാം ചരമവാർഷികാചരണം സാഹിത്യ അക്കാദമിയിൽ നടന്നു. മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. ഫൗണ്ടേഷൻ ചെയർമാൻ TV. ചന്ദ്രമോഹൻ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ T.I. രാധാകൃഷ്ണന്റെ പേരിലുള്ള ഈ വർഷത്തെ സ്മൃതി പുരസ്കാരം തിരുവനന്തപുരം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ജ്യോതിർഗമയയ്ക്ക് നേതൃത്വം നൽകുന്ന ടിഫനി ബ്രാറിന് സമ്മാനിച്ചു. വൈസ് ചെയർമാൻ കൂറ്റനാട് രാവുണ്ണിപ്പണിക്കർ അനുസ്മരണ പ്രഭാഷണം നടത്തി. എഴുത്തുകാരൻ K. രഘുനാഥ്, മാധ്യമപ്രവർത്തകൻ ഡേവിഡ്സ് കണ്ണനാക്കൽ തുടങ്ങിയവരും സംസാരിച്ചു. സകുടുംബം സൈക്കിളിൽ ഒരു സ്വപ്ന സഞ്ചാരം. അച്ഛനും അമ്മയ്ക്കുമൊപ്പം കുഞ്ഞുമക്കൾ കൂടി ചേർന്നതോടെ ഇവരുടെ സൈക്കിൾ സവാരി ഇപ്പോൾ വേറെ ലെവലാണ്. സോളോ ട്രിപ്പിൽ തുടങ്ങി ഫാമിലി സവാരിയിൽ എത്തി നിൽക്കുകയാണ് പെരിന്തൽമണ്ണ സ്വദേശിയായ ആഷിഖിന്റെ സൈക്കിൾ യാത്ര. 5 വർഷമായി ദീർഘദൂര സൈക്ലിംഗ് നടത്താറുള്ള ആഷിഖിന്റെ സഞ്ചാരപാതയിലേക്ക് 1 വർഷം മുൻപാണ് ഭാര്യ വർദ്ധ നിഷാന ചവിട്ടിക്കയറിയത്. ഏകദേശം 2 മാസം ആവാനായി ഒരു യാത്ര സ്റ്റാർട്ട് ചെയ്തിട്ട്. യാത്ര സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് സൈക്ലിങ്ങിനോടുള്ള താല്പര്യം, അതേപോലെ നമ്മൾ സൈക്ലിംഗ് ആകുമ്പോൾ ഒന്നും കൂടി നമുക്ക് ആളുകളെ അറിഞ്ഞ് നാടൊക്കെ അറിഞ്ഞ് ഒന്നും കൂടി എക്സ്പീരിയൻസ് ചെയ്ത് പോകാൻ സൈക്കിളാണ് ഒന്നും കൂടി. അതുകൊണ്ടാണ് സൈക്കിൾ എന്നുള്ള ഒരു ഓപ്ഷൻക്ക് വന്നത്. ഓരോ ജില്ലകളിൽ നിന്നും നല്ല സപ്പോർട്ടാണ് കിട്ടുന്നത്. ഇങ്ങനെ മുന്നേറിയ യാത്രയിലാണിപ്പോൾ മക്കളായ 10 വയസ്സുകാരൻ കാഹിൽ അർഷദും 3 വയസ്സുകാരൻ ആര്യൻ അർഷദും സീറ്റ് പിടിച്ചത്. ആൾക്കാർക്ക് സംസാരിക്കാൻ ഒന്നുകൂടി മെച്ചപ്പെട്ടു. കൃഷി രീതികളൊക്കെ പഠിച്ചു. 3 സൈക്കിളുകളിലാണ് കുടുംബത്തിന്റെ യാത്ര. കാഹിലിന്റെ സൈക്കിൾ ആഷിഖിന്റെ സൈക്കിളിന്റെ പിന്നിൽ ഘടിപ്പിച്ചും ആര്യനെ വർദ്ധയുടെ സൈക്കിളിന്റെ പിന്നിലെ കുട്ടി സീറ്റിൽ ഇരുത്തിയും സുരക്ഷ ഉറപ്പുവരുത്തിയാണ് സവാരി. കേരളം മുഴുവൻ ചുറ്റിക്കാണുകയാണ് സഞ്ചാര ഉദ്ദേശം. മൊബൈൽ റീൽസുകളിൽ ഭ്രമിക്കാതെ കുട്ടികൾ സ്വന്തം നാടും നാട്ടുകാരെയും പ്രകൃതിയെയും നേരിൽ കണ്ടും അനുഭവിച്ചും അറിയണമെന്ന ചിന്തയാണ് മക്കളെ കൊണ്ടുള്ള യാത്രയ്ക്ക് പ്രേരണയായത്. നമ്മൾ കുട്ടി എന്തായാലും യാത്ര ചെയ്യല്ലേ, നമ്മള് കാണുന്ന ലോകം ഒന്നും കൂടി കാണട്ടെ എന്നുള്ള അവർക്ക് അതൊരു നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും ഈ ഒരു പ്രായത്തിൽ. സ്ക്രീൻ ടൈം കുറക്കുക, പുറത്തുള്ള കാര്യങ്ങളും എക്സ്പീരിയൻസും ഒക്കെ ഒന്ന് അവരായിട്ട് തന്നെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സമയം അവർക്ക് സമയം കൊടുക്കുക. ദിവസവും രാവിലെ ആരംഭിക്കുന്ന യാത്ര കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇന്റർസോൺ പുരുഷ വനിതാ വിഭാഗം കരാട്ടെ ചാമ്പ്യൻഷിപ്പിന് തൃശൂർ VK മേനോൻ ഇൻഡോർ സ്റ്റേഡിയത്തിൽ തുടക്കം. ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിന്റെ ആഭിമുഖ്യത്തിലാണ് ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിക്കുന്നത്. ജില്ലാ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് C. സുമേഷ് ഉദ്ഘാടനം ചെയ്തു. ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ PS. വിജോയ് അധ്യക്ഷത വഹിച്ചു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടർ ഡോക്ടർ KP. മനോജ്, ശ്രീകൃഷ്ണ കോളേജ് കായിക വിഭാഗം മേധാവി ക്യാപ്റ്റൻ രാജേഷ് മാധവൻ, ടൂർണമെന്റ് ടെക്നിക്കൽ ഡയറക്ടർ ഇബ്രാഹിം ചാലയത്ത് തുടങ്ങിയവർ സംസാരിച്ചു.
കാലിക്കറ്റ് സർവകലാശാലയ്ക്ക് കീഴിലുള്ള 400-ൽ പരം കോളേജുകളിൽ നിന്നായി 500-ലേറെ വിദ്യാർത്ഥികളാണ് ചാമ്പ്യൻഷിപ്പിൽ മാറ്റുരയ്ക്കുന്നത്. വിദേശത്തേക്ക് വിസ വാഗ്ദാനം ചെയ്ത് കാണിപ്പയ്യൂർ സ്വദേശിയിൽ നിന്ന് ലക്ഷങ്ങൾ തട്ടിയെടുത്ത പരാതിയിൽ തിരുവനന്തപുരം സ്വദേശിക്കെതിരെ കുന്നംകുളം പോലീസ് കേസെടുത്തു. തിരുവനന്തപുരം പഴയൂർ സ്വദേശി റജിക്കെതിരെയാണ് കേസ്. കാണിപ്പയ്യൂർ സ്വദേശി അഭിജിത്താണ് തട്ടിപ്പിനിരയായത്. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഇന്നത്തെ സ്വർണ്ണവില. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 14,840 രൂപ, പവന് 1,18,720 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്. ഹൃദയം തൊടുന്ന സുവർണ നിമിഷങ്ങൾ. MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. തൃശൂർ മെഡിക്കൽ കോളേജിനെതിരെ ഗുരുതര ആരോപണവുമായി ചികിത്സാ പിഴവിൽ കണ്ണുകൾ നഷ്ടപ്പെട്ട യുവാവിന്റെ കുടുംബം. കോൺഗ്രസ് പ്രവർത്തകർ മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഓഫീസ് ഉപരോധിച്ചു. സംഭവത്തിൽ റിപ്പോർട്ട് തേടുമെന്ന റവന്യൂ മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ. കണ്ണുകൾ നഷ്ടപ്പെട്ട സനൂപിന് AI സംവിധാനത്തിലുള്ള സ്മാർട്ട് കണ്ണട നൽകുന്നതിനുള്ള സാധ്യത തേടുമെന്ന് മുൻ MLA അനിലക്കര. കണ്ണൂരിൽ KSU പ്രതിഷേധത്തിനിടെ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിന് പരിക്കേറ്റ സംഭവത്തിൽ വ്യാപക പ്രതിഷേധം. തൃശൂർ നഗരത്തിൽ CPM പ്രവർത്തകർ പ്രകടനം നടത്തി. പുത്തൂരിലെ സുവോളജിക്കൽ പാർക്ക് ശനിയാഴ്ച പൊതുജനങ്ങൾക്ക് തുറന്നു നൽകും. 1 വർഷം പ്രതീക്ഷിക്കുന്നത് 30 ലക്ഷം സന്ദർശകരെ. അപ്രതീക്ഷിതമായി വെള്ളം കൂടിയതിനെ തുടർന്ന് അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിന് താഴെ വിനോദസഞ്ചാരികൾ കുടുങ്ങി. ഉത്തരേന്ത്യക്കാരായ 15ഓളം വിനോദസഞ്ചാരികളെ വനസംരക്ഷണ സമിതി പ്രവർത്തകർ രക്ഷപ്പെടുത്തി. സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകളിലെ ഡോക്ടർമാർ നടത്തുന്ന സമരം 10ാം ദിവസം തുടരുന്നു. സമരം ചെയ്യുന്ന ഡോക്ടർമാരുമായി സർക്കാർ വ്യാഴാഴ്ച വീണ്ടും ചർച്ച നടത്തും. ഈ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.